അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇംഗ്ലീഷ് മീഡിയമിലെ മദ്രസയിലെ 3-ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീൻ ദഫ്തർ ത്വാലിബ് അതിൻ്റെ 1-ാമത്തെ പാഠത്തിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. വല്ലദീ ഖദ്ദറ ഫഹദ. 1-ാമത്തെ പാഠം. തേനീച്ചയെ സൃഷ്ടിച്ച് അതിനെ നേർവഴിയിലാക്കിയ അല്ലാഹു. 1. ആകാശലോകത്തെ സൃഷ്ടികൾ: സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, ആകാശം, ഗാലക്സികൾ. കരയിലെ ജീവികൾ: ആട്, പശു, ഒട്ടകം, കോഴി, പൂച്ച, മനുഷ്യൻ, മാൻ. ഇനി കടലിലെ ജീവികൾ: മത്സ്യം, മുതല, ആമ, നീർനായ, ഞണ്ട്. അല്ലാഹു തആല ഏകനാണ്. അല്ലാഹു തആല എല്ലാം കാണുന്നു. അല്ലാഹു തആല എല്ലാം കേൾക്കുന്നു. അല്ലാഹു തആല എല്ലാം അറിയുന്നു. അല്ലാഹു തആല എല്ലാം നിയന്ത്രിക്കുന്നു. ഇനി അല്ലാഹു തആല മാത്രമാണ് ആരാധനക്കർഹൻ. കാരണമെന്ത്? അവനാണ് സൃഷ്ടാവ്. അവനല്ലാതെ സൃഷ്ടാവില്ല. അല്ലാഹു തആലയുടെ 5 വിശേഷണങ്ങൾ എഴുതുക. അല്ലാഹു തആല എല്ലാ നിലക്കും ഏകനാണ്. എല്ലാം അവനെ ആശ്രയിക്കുന്നു. അവൻ എല്ലാം കേൾക്കുന്നു, കാണുന്നു. അല്ലാഹു ജീവിപ്പിക്കുന്നു, മരിപ്പിക്കുന്നു. നാം ചെയ്യുന്ന 5 ആരാധനകളുടെ പേരെഴുതുക. നിസ്കാരം, നോമ്പ്, ദിക്ർ, ഖുർആൻ ഓത്ത്, സകാത്ത്, ഹജ്ജ്. ഇനി തേനീച്ചയെക്കുറിച്ച് ഒരു കുറിപ്പെഴുതുക. തേനീച്ച ഒരത്ഭുത ജീവിയാണ്. നാനാവിധ പൂക്കളിൽ നിന്ന് തേൻ നുകരുന്നു. ഔഷധ ഗുണമുള്ള തേൻ അതുണ്ടാക്കുന്നു. അതിൻ്റെ കൂട് വലിയ അത്ഭുതമാണ്. തേനീച്ചക്ക് വഴി തെറ്റാതെ സഞ്ചരിക്കാൻ കഴിയും. പൂക്കൾ വിടരുന്ന സമയവും പൂക്കൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും കണ്ടുപിടിക്കാൻ അതിന് സാധിക്കും. ഇനി ഉറുമ്പുകളെ നിരീക്ഷിച്ച് ഒരു കുറിപ്പെഴുതുക. ഉറുമ്പുകൾ തേനീച്ചകളെപ്പോലെ ഒരു അത്ഭുത ജീവിയാണ്. അവ കൂട്ടത്തോടെ സഞ്ചരിക്കുന്നു. അവ കൂട്ടത്തോടെ സഹകരിച്ച് സഹായിച്ചും കൂടുകൾ നിർമ്മിക്കുന്നു. കൂട്ടിൽ 100 മുതൽ ലക്ഷക്കണക്കിന് വരെ ഉറുമ്പുകൾ കാണുന്നു. മധുര പലഹാരങ്ങൾ, വിത്തുകൾ, ചത്തുപോയ മറ്റു പ്രാണികൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ആഹാരം.